ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ദേ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇവിടെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഈ ഭാഗത്തോട്ടാണ്. ഈ പാലത്തിൽ ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതി. അങ്ങനെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു, നേരെ വീട്ടിലോട്ട്. വേറെ പെണ്ണുങ്ങളെ പൊയ്ക്കൊണ്ട് നല്ല വിളി നോക്കണം. നാളെ കൂടും. ഇന്നിപ്പോൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ സൊസൈറ്റി ഉള്ളത്. പിന്നെ അവിടെ നിന്ന് പാലൊക്കെ വാങ്ങിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോകണം. ചൊവ്വയും വെള്ളിയാണ് ഇവിടുത്തെ പൂജ വരുന്നത്. അപ്പോൾ അതേ ചേട്ടനും ഇറങ്ങിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴും ഇത് പറഞ്ഞിട്ട് തന്നെ പോണ്, എപ്പോഴും ഇത് പറഞ്ഞിട്ട് തന്നെ പോണത്. ഇത് ഞാൻ ഭൂതത്താൻകെട്ട് അമ്പലത്തിൽ വന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നാരങ്ങ വിളക്കും പുഷ്പാഞ്ജലിയൊക്കെ ഞാൻ വഴിപാടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നാരങ്ങ വിളക്കതേ ഇനി മെയിൻ നിലവിളക്കിൽ നിന്ന് കത്തിച്ച് അങ്ങോട്ട് വയ്ക്കുകയാണ്. കുട്ടികൾക്കൊക്കെ എക്സാമല്ലേ, അവരുടെ ആ ഒരു ടെൻഷനും എല്ലാം പോകാൻ വേണ്ടിയിട്ട്, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടുമാണ് ഒരു നാരങ്ങ വിളക്കൽ വഴിപാട് നേർന്നത്. പിന്നെ അതേ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പായസവും ശർക്കര പായസമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നു. രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ പുട്ടും അതുപോലെ തന്നെ ചെറുപയർ കറിയും പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. മോനുണ്ട്. അപ്പം നമ്മൾ പോയ അമ്പലത്തിൽ ഈ മാർച്ച് 28-നാണ് അവിടുത്തെ പൂരം വരുന്നത്. അപ്പോൾ അതും ഉള്ളതുകൊണ്ട് മോൻ ആ സമയം വരെയും നോയമ്പ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതേ മോനും അവൻ്റെ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. ലഞ്ച് കഴിച്ചില്ല, കഴിക്കാൻ നമുക്ക്. മാങ്ങയും മുരിങ്ങയ്ക്കയും കൂടെ ഇട്ടൊരു കറി ഇട്ടാ അടിപൊളിയായിരുന്നു. പരിപ്പുണ്ട്, പാവയ്ക്ക മെഴുക്കുവരട്ടിട്ടാ. പരിപ്പെടുക്കാം, ഞാൻ പരിപ്പെടുത്തു. പരിപ്പ് കറി എടുത്തു. കഴിച്ചിട്ടുന്ന ഒരു സ്ഥലം വരെ പോണം കേട്ടോ. ഡാമിൻ്റെ അടുത്തോട്ട് പോവാം. മോന് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല.